ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB ജൂലൈ 23 നടത്തിയ ജൂനിയർ ക്ലർക്ക് എക്സാമിനേഷൻ്റെ ബാങ്കിങ് പാർട്ടിൻ്റെ ഇവാലുവേഷനാണ്. CSEBയുടെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വൈസ് നോക്കി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട പോർഷൻസ് ഉണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which of the following will not come under the reconstruction of a cooperative bank by RBI? അതായത് which of the following will not come under the reconstruction of a cooperative bank by RBI? അതായത് RBI കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പുനർനിർമ്മാണവുമായി റിലേറ്റ് ചെയ്തിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യങ്ങളിലാണ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലാണ് പങ്കെടുക്കാത്ത, അവർക്ക് അവരുടേതായ ഒരു അപ്പിയറൻസ് ഇല്ലാത്തത് ഏത് കാര്യത്തിലാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ടേക്ക് ഓവർ, മെർജർ, ഡിമെർജർ, ടെർമിനേഷൻ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക എന്നുള്ള മീനിങ് ആണ്. മെർജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ലയനം. ഡിമെർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിക്കുക എന്നുള്ള മീനിങ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നിർത്തലാക്കുക. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഈ പറഞ്ഞിരിക്കുന്ന പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളിലാണ് RBIയുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ RBIയുടെ പങ്കാളിത്തം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ടെർമിനേഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി ടെർമിനേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The opening of branches by urban cooperative bank is governed by dash of the provision of BR Act. അല്ലെ, BR ആക്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. BR ആക്ടിലെ ഏത് പ്രൊവിഷൻസ് പ്രകാരമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അവരുടെ ബ്രാഞ്ചസുകൾ ഓപ്പണിംഗ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് BR ആക്ടിലെ ഏത് സെക്ഷനിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സെക്ഷൻ 23, സെക്ഷൻ 24, സെക്ഷൻ 28, സെക്ഷൻ 25. ഓക്കെ, അപ്പൊ നോക്കിയാൽ സെക്ഷൻ 23, സെക്ഷൻ 24, സെക്ഷൻ 18, സെക്ഷൻ 25. ഇതിൽ ഏത് സെക്ഷനിലാണ് BR ആക്ടില് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഓപ്പണിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ചസ് ഓപ്പണിങ്ങിനെ കുറിച്ച് പ്രൊവിഷൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 23 ആണ്. അതായത് ഓപ്ഷൻ എയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, സെക്ഷൻ 23. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി employed to offset losses in investment by taking an opposite position in a related asset? ഒന്നും കൂടി വായിക്കാം. Dash is a risk management strategy employed to offset losses in investments by taking an opposite position in a related asset. അതായത് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് നമുക്കറിയാം ഇല്ലേ. ബാങ്കിങ് എന്ന് പറയുന്നത് തന്നെ എന്താ? ഇസ് എ റിസ്ക് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ലോസസുകളെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, എന്താ ഓഫ്സെറ്റ് മീൻസ്? നമുക്ക് തട്ടിക്കിഴിക്കുക എന്നൊക്കെ പറയും, ടു അപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറയുന്നതിന് മീനിങ്. അങ്ങനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ റിലേറ്റഡ് അസറ്റ്സുകളെ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റിലേറ്റഡ് അസറ്റുകളെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു റിസ്ക് മാനേജ്മെന്റ് തന്ത്രത്തിന് പറയുന്ന പേരെന്താണ്? അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ലോസസുകളെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥാപനവുമായിട്ടുള്ള റിലേറ്റഡ് അസറ്റുകളെ അവർ ഉപയോഗിക്കുന്നു. ആ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ പെർഫോമൻസ് മെഷർമെന്റ്, ഹെഡ്ജിങ്, മാർക്കറ്റ് ടൈമിംഗ്, അസറ്റ് അലോക്കേഷൻ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഹെഡ്ജിങ് എന്നാണ് ഇതിന്റെ ആൻസർ. അതായത് ഒരു റിസ്ക് മാനേജ്മെന്റ് തന്ത്രമാണ് അത്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ലോസസ് ഉണ്ടായാൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റുകളിൽ നിന്ന് അത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിനാൻസ്, ഡാഷ് ഈസ് എ മെഷർ ഓഫ് how an individual assets move when the overall stock market increases or decreases. അതായത് in finance dash is a measure of
how an individual asset moves when the overall stock market increases or decreases. ഇത് സ്റ്റോക്ക് ഷെയർസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് CSEB-യിൽ വളരെയധികം പ്രതീക്ഷിക്കാം. അതായത് കുറച്ചും കൂടി ഈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് CSEB ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ നോക്കിയേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, അതായത് അവിടെ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതായത് ഷോർക്ക് മാർക്കറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒരു ഇൻഡിവിജ്വൽസ് അസറ്റിനെ, അതായത് ഷെയർ എടുത്തിട്ടുള്ള വ്യക്തികളെ എപ്രകാരമാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ മെഷർ ചെയ്യുന്ന ഒരു അളവ് പോലെ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഷെയർ എടുത്തിട്ടുള്ള ഷെയർ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ അസറ്റിനും അത് ഇൻക്രീസ് ആവും അല്ലെ. ഷെയർ മാർക്കറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ അസറ്റും എന്താവും? ഡിക്രീസ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു ഷെയർ മാർക്കറ്റിൽ ഉണ്ടാവുന്ന വേലിയേറ്റങ്ങൾ, അതിലുണ്ടാവുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ ഒരു ഇൻഡിവിജ്വൽ അസറ്റിനെ എപ്രകാരമാണ് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു അളവ് മെഷർ ചെയ്യാൻ പറ്റണം. ആ മെഷർമെന്റിനെ വിളിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ അളവ് കോൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ, മാർക്കറ്റ് റിസ്ക്, ബീറ്റ, ലിക്വിഡിറ്റി റിസ്ക്. എന്തൊക്കെയാണ് ഓപ്ഷനിൽ? ആൽഫ, മാർക്കറ്റ് റിസ്ക്, ബീറ്റ, ലിക്വിഡിറ്റി റിസ്ക്. ഇതിന്റെ ആൻസർ ബീറ്റയാണ്. ഓക്കെ, അപ്പം ഒരു ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ ഒരു ഇൻഡിവിജ്വൽ അസറ്റിനെ എപ്രകാരം മെഷർ ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു അളവ് കോലാണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് സെറ്റ് അപ്പ് ടു ബൈ ദ bad loans and other illiquid holding of another financial institutions. Dash is set up to buy the bad loans and other illiquid holding of another financial institutions. അല്ലെ. അപ്പൊ ഇത് ഈ ബാഡ് ലോൺസുകൾ ഇപ്പൊ സ്ഥിരമായിട്ട് CSEB ചോദിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇത്? അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ബാഡ് ലോൺസ്, എന്താണ് ബാഡ് ലോൺസ്? മോശം വായ്പകൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തിരിച്ചടവില്ലാത്ത വായ്പകൾ, അതായത് ലോസ് അസറ്റ് ആവുകയോ ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ ആവുകയോ പോകുന്ന നോൺ പെർഫോമിംഗ് അസറ്റുകൾ അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റുകളെയാണ് നമ്മൾ ബാഡ് ലോൺസ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ലോസ് അസറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്രകാരം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബാഡ് ലോൺസുകളോ അല്ലെങ്കിൽ ഇല്ലിക്വിഡ്, അതായത് എന്താണ് നമുക്ക് നിയമാനുസൃതമായിട്ട് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഓഹരികളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഭൂമിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു സ്ഥാപനത്തിന് വിൽക്കുന്നു അല്ലെ, മറ്റൊരു സ്ഥാപനത്തിന് നമ്മൾ വിൽക്കുന്നു. അപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോശം വായ്പകളും അവർക്ക് എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ പറ്റാത്ത ഓഹരികളോ മറ്റു അസറ്റുകളെ വാങ്ങുന്നതിന് വേണ്ടി, അവയെല്ലാം വാങ്ങുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ ARC എന്ന് പറഞ്ഞാൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ARC കേട്ടോ, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അതാണോ? ടേക്ക് ഓവർ ബാങ്ക് ആണോ? സഫേസി ആണോ? അടുത്തെന്താണ്? ബാഡ് ബാങ്കുകളാണ് അല്ലെ. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, അസറ്റുകളെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്പനി. ഓക്കെ, ടേക്ക് ഓവർ ബാങ്ക്. സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഫോർ സ്പീഡി റിക്കവറി അല്ലെ, സ്പീഡി ലോൺ റിക്കവറിക്ക് വേണ്ടിയുള്ള ആക്ട് ആണ് സർഫാസി ആക്ട്. പിന്നെ ബാഡ് ബാങ്ക്. ഇതിലേതാണോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മോശം അസറ്റുകളെ വാങ്ങുന്ന ഒരു സ്ഥാപനം? ദാറ്റ് ഇസ് എ ബാഡ് ബാങ്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാഡ് ബാങ്ക്. ഇവിടെ നമ്മൾ പറഞ്ഞ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഇസ് എ ബാഡ് ബാങ്ക്. ഒരു ബാഡ് ബാങ്കിന് എക്സാമ്പിൾ ആണ് എന്ത്? അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാഡ് ബാങ്കിൽ ഒന്നാണ് എന്ത്? ARC, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ ഇത് ഇങ്ങനെ വാങ്ങുന്ന ആ സ്ഥാപനങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബാഡ് ബാങ്ക്. ആ ബാഡ് ബാങ്കിന് ഒരു എക്സാമ്പിൾ ആണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോൺ granted for long duration crop will be treated as NPA if the installment of principal or interest thereon remainings overdue for. Okay, a loan granted for long term duration crops, അതായത് ഒരു ദീർഘകാല വിളവായ്പയായിട്ട് നൽകിയിരിക്കുന്ന ഒരു വായ്പ will be treated as NPA. അത് എപ്പോഴാണ് NPA ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? NPA means നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് if the installment of principal or interest
there on remaining overdue for, അതായത് എത്ര നാള് അല്ലെങ്കിൽ എത്ര കുടിശ്ശിക എന്ന് നമ്മൾ പറയാം അല്ലെ, എത്ര ഗഡുക്കള് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും മുടങ്ങിയാലാണ് ഒരു ലോങ് ടേം ക്രോപ്പ് ലോണിനെ നമ്മൾ NBA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്രോപ്പ് ലോൺസ് എന്ന് പറയാം ആന്റിസിപ്പേറ്റഡ് ക്രോപ്സിന്റെ ഷുവർട്ടി നൽകുന്ന വായ്പകളെയാണ് ക്രോപ്പ് ലോൺസ്. ക്രോപ്പ് ലോൺസ് തന്നെ നമ്മൾ രണ്ട് രീതിയിൽ നൽകുന്നുണ്ട്, ഷോർട്ട് ടൈം ക്രോപ്സ് ലോണും ഉണ്ട് ഇല്ലേ, ലോങ് ടൈം ക്രോപ്സും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോങ് ടൈം ക്രോപ്സ് എന്നാണ്. ഓക്കെ, അപ്പം ഷോർട്ട് ടൈം ക്രോപ്സ് എന്താണെന്ന്, ഷോർട്ട് ടൈം ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൾട്ടിവേഷൻ ഉണ്ടാവും ഷോർട്ട് ടൈം ക്രോപ്സ്. അതായത് ഷോർട്ട് ടൈം ക്രോപ്സ് ലോൺ നൽകുന്നത് 2 ക്രോപ്പ് സീസണ് വേണ്ടിയാണ്. അതായത് ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 1 ഇയർ ആണ് അല്ലെ, ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ആ 1 ഇയറിൽ തന്നെ 2 ക്രോപ്പ് സീസൺ, അതായത് ചില വിളകളൊക്കെ നമുക്കറിയാം ഒരു വർഷം 2 പ്രാവശ്യം നമുക്കത് വിളവെടുക്കാൻ സാധിക്കും. അങ്ങനെ 2 ക്രോപ്പ് സീസണിനുള്ളിൽ വിളവെടുക്കുന്ന, അതായത് ഒരു ക്രോപ്പ് സീസണ് 2 തവണയായിരിക്കും അതിന്റെ കൾട്ടിവേഷൻ നടത്തുന്നത്. അപ്പൊ അപ്രകാരം നൽകുന്ന വായ്പകളെയാണ് ഷോർട്ട് ടൈം ക്രോപ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലോങ് ടൈം ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അധികരിച്ചായിരിക്കും അതിന്റെ കൾട്ടിവേഷൻ ആണെങ്കിൽ അതാണ് ലോങ് ടൈം ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോങ് ടൈം ക്രോപ്സ് എത്ര നാള് അല്ലെങ്കിൽ എത്ര ഗഡുക്കൾ മുടങ്ങുമ്പോഴാണ് അതിനെ NBA ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ്. NDA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത്. അതിൽ നമുക്ക് പറയുന്നത് ആൻസർ പറയുന്ന 1 ക്രോപ്പ് സീസൺ, 2 ക്രോപ്പ് സീസൺ, 1 ഇയർ, 90 ഡേയ്സ് ഓർ മോർ. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ 90 ഡേയ്സ് ഓർ മോർസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു അസറ്റിനെയും കാഷ്വലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അസറ്റിനെയും 90 ഡേയ്സിൽ അധികരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാങ്കിന്റെ ഏത് അസറ്റും 90 ദിവസത്തിലധികം ഇൻട്രസ്റ്റും ക്യാപിറ്റലും മുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ക്രോപ്പ് ലോണിന്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്. ക്രോപ്പ് ലോണിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ക്രോപ്പ് ലോണിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ക്രോപ്പ് ലോണിനെ നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തെന്ന്, ഷോർട്ട് ടൈം ക്രോപ്സ് എന്നും പറയുന്നുണ്ട്, ലോങ് ടൈം ക്രോപ്സ് എന്നും പറയുന്നുണ്ട്. ഈ ലോങ് ടൈം ക്രോപ്സ് എന്ന് പറയുന്നത് 1 ക്രോപ്പ് ഇയർ അല്ലെങ്കിൽ 1 ക്രോപ്പ് സീസൺ എന്ന് പറയാം. 1 ക്രോപ്പ് സീസണിൽ കൂടുതലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 ക്രോപ്പ് സീസണിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ കൾട്ടിവേഷൻ കിട്ടുന്നത്. ഷോർട്ട് ടൈം ക്രോപ്സ് എന്ന് പറഞ്ഞാൽ 2 ക്രോപ്പ് സീസൺ ഉണ്ടാവും, 2 ക്രോപ്പ് സീസൺ ഉണ്ടാവും. അതായത് ഒരു വർഷം തന്നെ 2 പ്രാവശ്യം അതിന്റെ വിളവെടുപ്പ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ലോൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്രോപ്പ് ലോൺ ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും ക്യാപിറ്റലും എത്ര പ്രാവശ്യം മുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം പെൻഡിങ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നോൺ പെർഫോമിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 ക്രോപ്പ് സീസൺ, 2 ക്രോപ്പ് സീസൺസ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം, NBA ആയി കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരു ലോങ് ടൈം ലോണിന്റെ കേസിൽ എത്ര ക്രോപ്പ് സീസൺ എക്സീഡ് ആവണം, ഒരൊറ്റ ക്രോപ്പ് സീസൺ, സിംഗിൾ ക്രോപ്പ് സീസൺ എക്സീഡ് ആവുമ്പോഴാണ് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ NBA ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ക്രോപ്പ് ലോണിനെ ലോങ് ടൈം ക്രോപ്പ് ലോൺ ആണെങ്കിൽ അത് എത്ര നാള് ഇൻട്രസ്റ്റും ക്യാപിറ്റലും മുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ NBA ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അവിടെ ലോങ് ടൈം ക്രോപ്പ് ആയതുകൊണ്ട് അതിനെ 1 ക്രോപ്പ് ഇയറും, ഷോർട്ട് ടൈം ക്രോപ്പ് ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, 2 ക്രോപ്പ് സീസണും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ടേം ഡെപ്പോസിറ്റ് matures and proceeds are unpaid, the amount left unclaimed with the cooperative bank shall attract rate of interest. അതായത് ഒരു ടേം ഡെപ്പോസിറ്റ് മീൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല, ടൈം ഓർ ടേം ഡെപ്പോസിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂറായി ആൻഡ് പ്രൊസീഡ്സ് ആർ അൺപെയ്ഡ് ദ എമൗണ്ട്, എന്നാൽ കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിലെ പേയ്മെന്റ് നൽകിയിട്ടില്ല, അതായത് അതിനെ ക്ലോസ് ചെയ്തിട്ടില്ല. Then the left unclaimed with the cooperative bank shall attract rate of interest. ഓക്കെ, അങ്ങനെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്മേൽ സഹകരണ സ്ഥാപനങ്ങൾ ഏത് നിരക്കിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നൽകുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ഇതാണ്, അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂറായി, അപ്പോൾ ഒരു വർഷത്തേക്ക് ഇട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂറായി
അതിന്റെ പേയ്മെന്റ് ആ കസ്റ്റമർ വാങ്ങിയിട്ടില്ല അല്ലേ, മെച്യൂരിറ്റി കാലാവധി കഴിഞ്ഞു, അതിന്റെ പേയ്മെന്റ് വാങ്ങിയിട്ടില്ല, അത് റിന്യൂ ചെയ്തിട്ടുമില്ല, അത് അങ്ങനെ തന്നെ അങ്ങനെ കിടക്കുകയാണ് ഇല്ലേ, അതിനെ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് നൽകാൻ പറ്റുമോ? ഇല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ആ കാലാവധിക്കുള്ളിലാണ് നമ്മൾ ഇടുന്നത് ഇല്ലേ, നമ്മൾ ഇട്ട ഡേറ്റ് ഉണ്ടാവും, ഡ്യൂ ഡേറ്റ് ഉണ്ടാവും, അങ്ങനെ തന്നെയാണ്. ആ ഡ്യൂ ഡേറ്റ് വരെ ഈ എമൗണ്ടിന് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇല്ലേ. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ സഹകരണ സ്ഥാപനങ്ങൾ ആ അക്കൗണ്ടിനെ എങ്ങനെയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയേ. ആസ് ആപ്ലിക്കബിൾ ടു സേവിംഗ് അക്കൗണ്ട് if the contract rate of interest as applicable to saving account or the contract rate of interest on the matured term deposit whichever is lower. അടുത്തത് as applicable to saving accounts or the contract rate of interest on the matured term deposit whichever is higher. സേവിങ്സ് അക്കൗണ്ട് പ്രകാരമുള്ള റേറ്റ് ആണോ, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് മീൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ദാറ്റ് ഇസ് എ കോൺട്രാക്ട്, ആ കോൺട്രാക്ട് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, അല്ലെങ്കിൽ സേവിങ്സ് ആണോ, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ആണോ, അതിൽ ഏതാണോ കുറവ് അതാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സേവിങ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണോ, ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റോ, അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ഹൈ അതിലേതാണ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതായിരിക്കും നൽകുന്നത്? സി. അതായത് നിലവിൽ സേവിങ്സ് ബാങ്കിന്റെ അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ, അതായത് ആ കോൺട്രാക്ട് പ്രകാരമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റും കൂടി നോക്കിയിട്ട് അതിലേതാണോ കുറവ് ആ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ ഒരു മെച്യൂർ ആയിട്ടുള്ള FD നമ്മളെ അതിനെ എന്ത് ചെയ്യാതിരുന്നാൽ, അതിനെ ഒരു അൺക്ലെയിംഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതായത് അത് ക്ലെയിം ചെയ്യാതിരുന്നാൽ ആ കസ്റ്റമർക്ക് ലഭിക്കുന്നത് ഏതാണ്? ആസ് ആപ്ലിക്കബിൾ ടു സേവിംഗ് അക്കൗണ്ട് ഓർ ദ കോൺട്രാക്റ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ മെച്യൂർ ടേം ഡെപ്പോസിറ്റ് വിച്ച് എവർ ഈസ് ലോവർ. ഏതാണോ കുറവ് അതാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The existence of dash is sought for taking physical possession under the SAFFOSI Act. The assistance of dash is sought for taking ഫിസിക്കൽ പൊസിഷൻ അണ്ടർ ദ സഫോസി ആക്ട്. അതായത് ഒരു സഫോസി ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ലോൺ റിക്കവറിക്ക് വേണ്ടി, സ്പീഡി ലോൺ റിക്കവറി എന്ന് പറഞ്ഞാൽ പറ്റില്ല, സ്പീഡി ലോൺ റിക്കവറിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്ട് ആണ് സഫോസി ആക്ട് ഇല്ലേ. എന്നാണ് 2002 അല്ലെ, 2002 സർഫോസി ആക്ട് വരുന്നത്. 2003 സർഫോസി ആക്ട് കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൂടി ഇൻക്ലൂഡഡ് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെയും കൂടി അവർക്കും സർഫോസി ആക്ട് ബാധകമാക്കുന്നത് 2003 അതും കൂടി ഓർത്തിരുന്നത്. അപ്പൊ ഈ 2002 സർഫോസി ആക്ട് വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സർഫോസി ആക്ടിന്റെ? കോടതിയുടെ ഇടപെടലുകളില്ലാതെ ഇല്ലേ, കോടതി ഉത്തരവുകൾ ഇല്ലാതെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ അസറ്റുകൾ റിക്കവർ ചെയ്തെടുക്കുന്നതിന് ഉള്ള പെർമിഷൻ നൽകുന്ന ഒരു ആക്ടാണ് സർഫോസി ആക്ട് അല്ലെ. ആ സർഫോസി ആക്ടിലെ ഫുൾ ഫോം എപ്പോഴും CSEB ചോദിക്കുന്നതാണ്. SARFAESI എന്താണ്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ആണ് എപ്പോഴും ചോദിക്കുന്ന റീകൺസ്ട്രക്ഷൻ, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് ഇൻ 2002 ഈ ആക്ട് വരുന്നത് ഇല്ലേ. ഈ ആക്ട് പ്രകാരം ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ആക്ട് പ്രകാരം ഒരു അസറ്റിനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസറ്റിനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുക്കുമ്പോൾ ആരുടെ അസിസ്റ്റൻസ് ആണ് വേണ്ടത്? താഴെ പറഞ്ഞിരിക്കുന്നതിൽ ആരുടെ അസിസ്റ്റൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ആരുടെ ഒരു അപ്പിയറൻസ് ആണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, GM ഓഫ് ദ ബാങ്ക്, ആ കൺസേൺ ബാങ്കിന്റെ ജനറൽ മാനേജറുടെ അപ്പിയറൻസ് ആണ്. ആൻഡ് ഓഫീസ് ഓഫ് ദ പോലീസ് സൂപ്രണ്ട് ഇല്ലേ, പോലീസ് സൂപ്രണ്ടിന്റെ അപ്പിയറൻസ് ആണ്. റിക്കവറി ഏജന്റിന്റെ അപ്പിയറൻസ് ആണോ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അപ്പിയറൻസ് ആണ്? ഇതിൽ ആരാണ്? ഓപ്ഷൻ ഡി, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതി ഉത്തരവുകളിലൂടെ അല്ലാതെ ഒരു അസറ്റ് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ ആരുടെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ആരുടെ ഒരു അപ്പിയറൻസ് വേണമെന്നാണ് പറയുന്നത്? ആ ജില്ലാ മജിസ്ട്രേറ്റിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അപ്പിയറൻസ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The guidelines of supervisory action framework include threshold limit for asset quality, profitability and dash. The guidelines of supervisory action framework include
ത്രഷോൾഡ് ലിമിറ്റ് ഫോർ അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡാഷ്. അതായത് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിലെ ഗൈഡ് ലൈൻസ് പ്രകാരം, മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന് അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡാഷ്. മൂന്നാമത് എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്? ക്യാപിറ്റൽ അഡിക്വസി, നോൺ പെർഫോമിംഗ് അസറ്റ്, മാനേജ്മെന്റ് എഫിഷ്യൻസി, ഏർണിങ്സ്. ഇതിലേതാണ് മൂന്നാമത്തെ കാര്യം? അതായത് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ആ ഒരു മാർഗനിർദ്ദേശങ്ങളിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അസറ്റ് ക്വാളിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും, അതിനോടൊപ്പം തന്നെ എന്താണ്? ക്യാപിറ്റൽ അഡിക്വസി. ക്യാപിറ്റൽ അഡിക്വസി അതായത് സഫിഷ്യന്റ് ടു ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ സഫിഷ്യൻസി അല്ലെ. ഇവിടെയാണ് നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ CAR എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അഡിക്വസി അല്ലെങ്കിൽ CAR എന്ന് പറഞ്ഞാലും CRAR, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇവിടെ ക്യാപിറ്റൽ അഡിക്വസിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, അല്ലെങ്കിൽ CRAR, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു സൂപ്പർവൈസറി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫ്രെയിംവർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏതിനെയൊക്കെ സംബന്ധിച്ചാണ്? അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അഡിക്വസി. ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ അഡിക്വസി. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് wherein one party agreed to pay for potential losses or damages caused by another party. Okay, dash is a contractual agreement. അതായത് ഒരു കരാർ. എങ്ങനെയാണ്? ടു പാർട്ടീസ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി. where one party agreed to pay for potential losses or damages caused by another party. അതായത് ഒരാൾ വരുത്തി വെക്കുന്ന ലോസസുകളും ഡാമേജസുകളും, കേടുപാടുകളും മറ്റൊരാൾ തീർത്തുകൊള്ളാം അല്ലെങ്കിൽ മറ്റൊരാളെ ഏറ്റെടുത്തുകൊള്ളാം എന്ന് സമ്മതിച്ചുകൊണ്ട് ടു പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരാൾ വരുത്തുന്ന ബാധ്യതകൾ മറ്റൊരാൾ ഏറ്റെടുത്തുകൊള്ളാം അല്ലെങ്കിൽ മറ്റൊരാൾ തീർത്തുകൊള്ളാം എന്ന് സമ്മതിച്ചുകൊണ്ട് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഒരു കരാർ, അതിനെ പറയുന്ന പേരെന്താണ്? അതാണ് ഗ്യാരണ്ടി, ഇൻഡിംനിറ്റി, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ. ഓപ്ഷൻ കാണുമ്പോഴേ തന്നെ നമുക്കറിയാം എന്താ പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷനും ഇല്ലേ. അത് വ്യക്തികൾ തമ്മിൽ, ഒരു ബാങ്കും അല്ലെ, ഒരു കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള പ്ലഡ്ജ് ഈസ് റിലേറ്റഡ് ടു ഗോൾഡും അല്ലെങ്കിൽ ഗുഡ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഹൈപ്പോത്തിക്കേഷൻ ഈസ് റിലേറ്റഡ് ടു എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? ചാർജിങ് ഓൺ സെക്യൂരിറ്റീസ് ആണ് ഹൈപ്പോത്തിക്കേഷൻ. പിന്നെ ഗ്യാരണ്ടി ആൻഡ് ഇൻഡിംനിറ്റി. അപ്പൊ ഇതിന്റെ എന്താണ്? ഇൻഡിംനിറ്റി ആണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരാളുടെ ബാധ്യത മറ്റൊരാൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് സമ്മതിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഏറ്റുപെടുന്ന ഒരു കരാറിനെയാണ് നമ്മൾ ഇൻഡിംനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഒരുപാട് തവണ CSEB ചോദിച്ചിട്ടാണുള്ളതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് മീൻസ്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു കൊമേഴ്സ്യൽ ബാങ്ക് പബ്ലിക്കിലേക്ക് അവരുടെ അസറ്റുകൾ അല്ലെങ്കിൽ വായ്പകൾ, അവരുടെ അസറ്റുകളാണ് നമ്മൾ ലോൺസുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇല്ല, അത് നമ്മൾ ഒരു 6 പ്രിൻസിപ്പിൾസ് പഠിക്കുന്നതാണ്. സേഫ്റ്റി, സെക്യൂരിറ്റി, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, പർപ്പസ് ഓഫ് ലോൺ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ എന്നിങ്ങനെ ഒരു 6 കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷെ ഓപ്ഷനിൽ 6 ഇല്ല. അപ്പൊ ഓപ്ഷനിൽ നോക്കിയിട്ട് അതിലേതൊക്കെ പ്രിൻസിപ്പിൾസ് ആണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് മാർജിൻ. ഇല്ലേ, നമ്മുടെ പ്രിൻസിപ്പിൾസിൽ 2 കാര്യങ്ങൾ വന്നു, പക്ഷെ മൂന്നാമത് നമ്മുടെ പ്രിൻസിപ്പിൾസ് പറയുന്നതല്ല. അടുത്തത് സേഫ്റ്റി, സെക്യൂരിറ്റി, പേഴ്സൺ ആൻഡ് ക്യാപിറ്റൽ. അടുത്തത് സേഫ്റ്റി, സെക്യൂരിറ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഡി, സേഫ്റ്റി, പേഴ്സൺ ആൻഡ് മാർജിൻ.
അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞ 6 കാര്യങ്ങളിൽ 4 കാര്യം ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട് അല്ലെ. പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്ങിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, പർപ്പസ് ഓഫ് ലോൺ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ. അങ്ങനെ 6 പ്രിൻസിപ്പിൾ ആണ് നമുക്കുള്ളത്. അതിൽ 4 കാര്യങ്ങൾ ഓപ്ഷൻ സിയിലുണ്ട്. സേഫ്റ്റി, സെക്യൂരിറ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്. ഇതാണ് സൗണ്ട് ലെൻഡിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്. അതായത് ലെൻഡിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, ദാറ്റ് ഈസ് ദ സേഫ്റ്റി, സെക്യൂരിറ്റി, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, രണ്ടെണ്ണം കൂടി ഉണ്ട്. പർപ്പസ് ഓഫ് ലോൺ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ. ഓക്കെ, ദെൻ in a contract of guarantee there are 3 parties, they are dash. അതായത് ഒരു ഗ്യാരണ്ടി, അതായത് ഒരു കോൺട്രാക്റ്റില് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടിയില് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയില് 3 പാർട്ടീസ് ഉണ്ടാകുമെന്ന് പറയുന്നു അല്ലെ. അതായത് ഒരു ഉടമ്പടിയില്, ഒരു ഗ്യാരണ്ടി കോൺട്രാക്റ്റില് 3 പാർട്ടികൾ ഉണ്ടാകുമെന്ന് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അവരാരൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ ഇൻഡെംനിറ്റിയിൽ 2 പാർട്ടീസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉടമ്പടിയിൽ എത്ര പാർട്ടീസ് ഉണ്ടാവും? 3 പാർട്ടീസ് ഉണ്ടാവും. അവരാരൊക്കെയാണ് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് പ്രോമിസർ, പ്രോമിസി, ഗ്യാരണ്ടി. സെക്കൻഡ് ഓപ്ഷൻ പ്രിൻസിപ്പൽ, ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഗ്യാരന്റർ. മൂന്നാമത്തെ ഓപ്ഷൻ promisee, guarantee and contractor. Then the fourth one promisor, promisee and contractor. അല്ലെ, എല്ലാം ഒരേപോലെയാണ് ഓപ്ഷൻ അല്ലെ. നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നോക്കിക്കേ, ഒരു ഗ്യാരണ്ടി കോൺട്രാക്റ്റില് എത്ര പാർട്ടീസ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പാർട്ടീസ് ഉണ്ടാവും? 3 പാർട്ടീസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അവരാരൊക്കെയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, പ്രിൻസിപ്പൽ ക്രെഡിറ്റർ ആൻഡ് ഗ്യാരന്റർ. അപ്പൊ പ്രിൻസിപ്പൽ ക്രെഡിറ്ററിനെയാണ് ക്രെഡിറ്റർ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയുണ്ട്? ഒരു ഗ്യാരണ്ടിയുടെ പാർട്ടീസ് ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും ഗ്യാരന്ററും. ദാറ്റ് ഈസ് ദ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓർത്തിരുന്നോണം. ഗ്യാരണ്ടിയും ഇൻഡെംനിറ്റിയും CSEB ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ദ പാർട്ടീസ് ഓഫ് ഗ്യാരണ്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ദ ഗ്യാരന്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a material alteration? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് മെറ്റീരിയൽ ആൾട്ടറേഷൻ? ഓക്കെ, ഇപ്പൊ CSEB സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറ്റീരിയൽ ആൾട്ടറേഷൻ. എന്താ മെറ്റീരിയൽ ആൾട്ടറേഷൻ? അറിയാം അല്ലേ? ഒരു ചെക്കിലെ തിരുത്തലുകളെയാണ് നമ്മൾ ആൾട്ടറേഷൻ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റിലെ തിരുത്തലുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ചെക്കിൽ വരുന്നുണ്ട്. ആ മിസ്റ്റേക്ക് ചിലത് ചെക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട്, ചിലത് ചെക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇതിൽ മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെക്കിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫംഗ്ഷൻസിനെ ബാധിക്കുന്ന ചെക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബാധിക്കുന്ന തിരുത്തലുകളെയാണ് നമ്മൾ മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. ചെക്കിന്റെ ഫിസിക്കൽ നേച്ചറിന് അല്ലെങ്കിൽ ചെക്കിന്റെ ഫംഗ്ഷൻസിനെ എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ആൾട്ടറേഷനും, അങ്ങനെ അഫക്റ്റ് ചെയ്യാത്തത് ഇമ്മെറ്റീരിയൽ ആൾട്ടറേഷനുമാണ്. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ചെക്കിന്റെ ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾട്ടറേഷൻ, അതായത് മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ കൺവേർട്ടിംഗ് ആൻ ഓർഡർ ചെക്ക് ഇൻ ടു ബെയറർ ചെക്ക്. അതായത് ഒരു ഓർഡർ ചെക്കിനെ ബെയറർ ചെക്കാക്കി മാറ്റുന്നത് മെറ്റീരിയൽ ആൾട്ടറേഷൻ ആണോ? അടുത്തത് കൺവേർട്ടിംഗ് എ ചെക്ക് പേയബിൾ ടു എ ബെയറർ ടു ഓർഡർ. അടുത്തത് എന്താണ്? ഒരു ബെയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റുന്നത് മെറ്റീരിയൽ ആൾട്ടറേഷൻ ആണോ? ഫില്ലിംഗ് ദ ഡേറ്റ് ഇൻ ദ ചെക്ക് വിച്ച് വാസ് ബ്ലാങ്ക് ഏർലിയർ. അതായത് ഡേറ്റ് ഇടാത്ത ഒരു ബ്ലാങ്ക് പൊസിഷനിൽ ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റിന്റെ കോളത്തിൽ ഡേറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടില്ല, അവിടെ ഡേറ്റ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ് ഫയലിംഗ് ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ ആൾട്ടറേഷൻ ആണോ? ക്രോസിംഗ് ഓഫ് എ ചെക്ക്, ചെക്കിലെ ക്രോസിംഗ്. ഇതിലേതാണ് ഒരു ചെക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾട്ടറേഷൻ? അതിനെയാണ് മെറ്റീരിയൽ ആൾട്ടറേഷൻ. ഏതാണ് ഇതിലേതാണ്? നമുക്കറിയാം, ചെക്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുവരുമ്പോൾ ചെക്കിൽ ഡേറ്റ് ഇടാൻ ഒരു സ്പേസ് ഉണ്ട് ഇല്ലേ, കോളം ഉണ്ട്. അവിടെ നമുക്ക് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, ഡേറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ബാങ്ക് പറയും, അവിടുത്തെ സ്റ്റാഫ് പറയും ഡേറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അതിൽ ചെക്കിന്റെ എന്തെങ്കിലും സ്വഭാവത്തിന് മാറ്റം, അതിൽ തിരുത്തലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ലേ. അതായത് രേഖപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ ക്രോസിംഗ് ദ ചെക്ക്, അതായത് ക്രോസ് ചെയ്യാത്ത ഒരു ചെക്ക്, അതായത് ഒരു ഓപ്പൺ ചെക്കിനെ ക്രോസ് ചെയ്യുന്നു ഇല്ലേ, ചെക്കിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ 2 പാരലൽ ലൈൻ വരച്ചുകൊണ്ട് ചെക്കിനെ ക്രോസ് ചെയ്യുന്നു ഇല്ലേ, അവിടെ ഒരു തിരുത്തലുകൾ വരുന്നില്ല. നിലവിലുള്ള ക്രോസിങ്ങിനെ നമ്മൾ തിരുത്തുന്നതല്ല, ഓൾഡർ ചെയ്യുന്നതല്ല. എന്താണ് പറയുന്നത്? ക്രോസിംഗ് ഓഫ് എ ചെക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ചെക്കിൽ ഉണ്ടാകാതിരുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചെക്കിനെ നമ്മൾ ഒരു ക്ലോസ്ഡ് ചെക്കാക്കി മാറ്റുന്നു, ക്രോസിംഗിലേക്ക് മാറ്റുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? കൺവേർട്ടിംഗ് എ ചെക്ക് പേയബിൾ ബെയറർ ടു ഓർഡർ, അതായത് ഒരു ബെയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റുന്നു. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം, ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദ നെയിം ഓഫ് ദ പേയി ഈസ് നോട്ട് നെസസറി ഇൻ ദ കേസ് ഓഫ് ബെയറർ ചെക്ക് അല്ലെ. ചെക്കിൽ ആ ടു പേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പേര് എഴുതാനുണ്ടാവും നമുക്ക്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആർക്കാണ് പേയ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് കിട്ടേണ്ടത്. അപ്പൊ അവിടെ നെയിം ഓഫ് ദ പേ ഈസ് നോട്ട് നെസസറി, അങ്ങനെ ഒരു പേഴ്സന്റെ പേര് വേണ്ട, അങ്ങനെയുള്ള ചെക്കുകളെയാണ് നമ്മൾ ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോയർ ഓർഡർ ചെയ്യുകയാണ് ടു പേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പേയ്ക്ക് തന്നെ ഇതിലെ പേയ്മെന്റ് നൽകണം. അതായത് നെയിം ഓഫ് ദ പേ ഈസ് മസ്റ്റ് അല്ലെങ്കിൽ ഈസ് കമ്പൽസറി ഇൻ ദ കേസ് ഓഫ് ഓർഡർ ചെക്ക്. അപ്പോൾ ഒരു ബെയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റുന്നു പറഞ്ഞാൽ ബെയറർ ചെക്കിൽ എന്താണ്? പേയുടെ പേര് എഴുതിയിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ ഓർഡർ ചെക്കാക്കി മാറ്റുമ്പോൾ എന്താണ്? ആ പേര് എഴുതാത്ത സ്ഥലത്ത് നമ്മൾ ഒരു നെയിം പേയുടെ പേര് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? യാതൊരുവിധ രീതിയിലുള്ള തിരുത്തലും വരുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കേ, കൺവേർട്ടിംഗ് ആൻ ഓർഡർ ചെക്ക് ഇൻ ടു ബെയറർ ചെക്ക്, അതായത് ഒരു ഓർഡർ ഒരു വ്യക്തിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോയർ ഡ്രോയിക്ക് നൽകിയിരിക്കുന്ന ഓർഡർ, ആ ഓർഡറിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഒരു ബെയറർ ചെക്കാക്കി മാറ്റുകയാണ്. അപ്പൊ എന്താണ്? അവിടെ പേയുടെ പേര് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കുന്ന പേയുടെ പേരിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? അത് നോട്ട് നെസസറി അല്ലെങ്കിൽ അത് വേണ്ട, അങ്ങനെ ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുന്ന ഒരു ചെക്കിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്ന ആ ചെക്കിനെ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ചെക്ക് ആരുടെ കൈവശം ഇരിക്കുന്നു? അയാൾക്ക് ക്യാഷ് കിട്ടും. അപ്പം അവിടെ ഒരു ഓൾട്ടറേഷൻ വരികയാണ്, അവിടെ ഒരു തിരുത്തൽ വരികയാണ് ഇല്ലേ. അവിടെ ബെയറർ ചെക്കിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? അവിടെ പേയുടെ പേര് നെസസറി അല്ല, അവിടെ നമ്മൾ ഒരു ചെറിയ ഓൾട്ടറേഷൻ വേണം. അപ്പം ദാറ്റ് ഈസ് ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡർ ചെക്കിനെ ഒരു ബെയറർ ചെക്കാക്കി മാറ്റുന്നത് എന്താണ്? ഒരു തിരുത്തലാണ്. അത് ചെക്കിന്റെ സ്വഭാവത്തിന് എന്തുണ്ടാക്കും? ചേഞ്ച് ഉണ്ടാക്കും. ഓക്കെ, മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, നന്നായിട്ട് മനസ്സിലാക്കി വേണം ഇത് പഠിക്കാൻ. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് വെച്ചാൽ ചെക്കിലെ തിരുത്തലുകളാണെന്ന് വിചാരിക്കുക. 2 രീതിയിൽ തിരുത്തൽ വരും. ഒന്ന് ചെക്കിന്റെ സ്വഭാവത്തെ അഫക്റ്റ് ചെയ്യാത്തതും, ഒന്ന് ചെക്കിന്റെ സ്വഭാവത്തെ അഫക്റ്റ് ചെയ്യുന്നതും. ചെയ്യുന്ന തിരുത്തലുകളെയാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്നും, അഫക്റ്റ് ചെയ്യാത്ത തിരുത്തലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇമ്മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്നും വിളിക്കും. ഓക്കെ, then next one, then when the check is wrongly dishonored by the bank, it is liable to dash. When the check is wrongly dishonored by the bank, അതായത് ഒരു ചെക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ലേ. ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ജനറൽ റിലേഷൻഷിപ്പ് എന്നും സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ തന്നെ വീണ്ടും സ്പെഷ്യൽ റിലേഷൻഷിപ്പ് തന്നെ ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഒബ്ലിഗേഷൻസ് ആണുള്ള എന്താണ്? to honor the check and maintain account secrecy of the customer. ഇത് രണ്ടുമാണ് ഒരു ബാങ്കിന്റെ ഒബ്ലിഗേഷൻസ്. ഈ ഒബ്ലിഗേഷൻ ഏതിൽ പെടുന്നതാണ്? സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ പെടുന്നതാണ്. അപ്പൊ ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടു ഹോണർ ദ ചെക്ക്, ചെക്ക് ഹോണർ ചെയ്യുക, ചെക്ക് ആദരിക്കുക, അതായത് ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തുക അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക, ബാങ്കിങ് സമയത്ത് തന്നെ ചെക്ക് ഹാജരാക്കുക, ചെക്കിൽ മറ്റൊരു രീതിയിലുള്ള ആൾട്ടറേഷൻസ് ഒന്നുമില്ല എങ്കിൽ ആ ചെക്ക് എന്ത് ചെയ്യണം? ആ ചെക്കിലെ പേയ്മെന്റ് നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. അല്ലാതെ എന്തെങ്കിലും റോങ്ലി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമറുടെ ചെക്ക് ബാങ്ക് ഡിസോണർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന എല്ലാ ബാധ്യതകളും ആർക്കുണ്ടാവുന്ന, ആ ഡ്രോയർക്കുണ്ടാവുന്ന എല്ലാ ബാധ്യതകളും ആര് വഹിക്കണം? ആ കൺസേൺ ബാങ്ക് വഹിക്കണം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. when the check is wrongly dishonored by the bank, ചെക്ക് തെറ്റായ കാരണങ്ങൾ കൊണ്ട് ബാങ്ക് തെറ്റായ കാരണങ്ങൾ കൊണ്ട് ഒരു ചെക്ക് ഡിസോണർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റി ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ അതിലെ പറഞ്ഞിരിക്കുന്ന, അതായത് ആ ബാങ്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ആർക്ക് ആ ലയബിലിറ്റി നൽകണം? പേയിക്കാണോ, ഹോൾഡർക്കാണോ, ഡ്രോയർക്കാണോ, ഡ്രോയിക്കാണോ? ദാറ്റ് ഇസ് ദ ഡ്രോയർ.
ഇല്ലേ? അപ്പൊ അത് പ്രകാരമുള്ള കോമ്പൻസേഷൻ, ബാധ്യസ്ഥതയുള്ളത് അല്ലെങ്കിൽ അത് പ്രകാരമുള്ള കോമ്പൻസേഷൻ ആർക്കുള്ളതാണ്? ഡ്രോയർക്കുള്ളതാണ്. ഓക്കെ, അപ്പം ദ ഹോണർ ദ ചെക്ക് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണ്. ദാറ്റ് ഇസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അതിന് അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ റോങ്ലി ഒരു ചെക്ക് ബാങ്ക് ഡിസോണർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ബാങ്കിനായിരിക്കും. ദാറ്റ് ഈസ് ലയബിൾ ടു ഡ്രോയർ. ഓക്കെ, then next one, as per the provision of the Prevention of Money Laundering Act, അല്ലേ? As per the provision of the Prevention of Money Laundering Act, the bank are required to maintain the records of transaction for a period of dash from the section of the transaction. അതായത് മണി ലോണ്ടറിങ് അല്ലെ, കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊക്കെ പറയും അല്ലെ. ആ മണി ലോണ്ടറിങ് പ്രൊവിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സുകളും അതായത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ബാങ്ക് എത്ര നാള് സൂക്ഷിക്കണം എന്നാണ്. എത്ര നാള് സൂക്ഷിക്കണം? 2 years ആണോ, 3 years ആണോ, 5 years ആണോ, 10 years ആണോ? എത്ര നാള് സൂക്ഷിക്കണം? 5 years. എത്ര നാളാണ്? 5 years. ഓക്കെ, അപ്പം ഒരു പ്രിവെൻഷൻ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഇതുപോലുള്ള ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ബാങ്ക് ആ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകൾ 5 വർഷം ആര് കീപ്പ് ചെയ്യണം? അതായത് ബാങ്ക് കീപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The standard format of check is mentioned in the standard format of check, അല്ലെങ്കിൽ ഒരു ചെക്കിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, അതായത് ചെക്കിന്റെ മാതൃകാ രൂപം എന്ന് പറയാം. അത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അതിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? NI ആക്ടിലാണോ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണോ, BR ആക്ടിലാണോ, RBI ആക്ടിലാണോ? നോ വേർ, അത് എങ്ങും പറഞ്ഞിട്ടില്ലേ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചെക്കിന്റെ മാതൃകാരൂപം, അങ്ങനെ ഒരു മാതൃകാരൂപം ഉണ്ടോ ചെക്കിന്? നിങ്ങളൊന്ന് ചെക്ക് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിക്കേ. കുറച്ച് ബാങ്കുകളിലെ ചെക്കുകൾ എടുത്ത് നോക്കിയേ, അതെല്ലാം പല രീതിയിലല്ലേ. ചില ബാങ്കിന്റെ ചെക്കുകളിലാണെങ്കിൽ എമൗണ്ട് എഴുതാൻ ഒരു ബോക്സിനുള്ളിലായിരിക്കും ഇല്ലേ, ചിലത് ഇങ്ങനെ ഡോട്ട് ഇട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് ഇല്ലേ. ചില ബാങ്കുകൾ എഴുതുന്ന ചെക്കുകളിൽ എന്തായിരുന്ന സിഗ്നേച്ചറിന്റെയും നമ്മുടെ പേരിന്റെയും ഒക്കെ പൊസിഷൻസ് മാറിയിരിക്കും. ചിലത് നമ്മുടെ നെയിം ഉണ്ടാവും, ചിലത് നമ്മൾ നെയിം എഴുതി ചേർക്കണം ഇല്ലേ. അങ്ങനെ ചിലതിൻ്റെ അകത്ത് അക്കൗണ്ട് അങ്ങനെ തന്നെ അല്ലെ, അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലത് നമ്മൾ അക്കൗണ്ട് രേഖപ്പെടുത്താനുള്ള കോളമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മാതൃകാ രൂപം ഉണ്ടെങ്കിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലെ. ഒരു മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ പ്രകാരമായിരിക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെക്കുകൾ എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു മോഡൽ ഇല്ലാത്ത കൊണ്ടാണ് പല ബാങ്കിന്റെയും ചെക്കുകൾ പല രീതിയിൽ പല രൂപത്തിൽ നമ്മുടെ കൈകളിൽ വരുന്നത് ഇല്ലേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചെക്കിന് ഒരു മോഡൽ ഉണ്ടോ, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഇല്ല, നോ വെയർ. ചെക്കിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇല്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ബാങ്കിന്റെയും ചെക്കുകൾ ഒരേ ഫോർമാറ്റിൽ ഇരിക്കുമായിരുന്നു ഇല്ലേ. ഇപ്പൊ എന്താണ്, അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതാത് ബാങ്കുകൾക്ക് തീരുമാനിക്കാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ചെക്കുകൾ ഏത് ഫോർമാറ്റിലായിരിക്കണമെന്ന് ഓൺ ബാങ്കിന് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ചെക്ക് ഈസ് നോട്ട് മെൻഷൻ എനിവർ അല്ലെ. എവിടെയും നോ വെയർ, എവിടെയും അവിടെ എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ് ഡാഷ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് ഇവിടെ എന്താണ്, വാലിഡിറ്റി പീരീഡ് എത്രയാണെന്നാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ താഴെ പറഞ്ഞിരിക്കുന്ന എവിടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NI ആക്ടിലാണോ, ഡിഫൈൻഡ് ഇൻ NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണോ, ഫിക്സഡ് ത്രൂ RBI ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്നതാണോ, ഡിഫൈൻഡ് ഇൻ BR ആക്ടിലാണോ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലാണോ പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻഡ് ഇൻ RBI ആക്ട്, പിന്നെ എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലാണോ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ്? ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് 3 months ആണെന്ന് നമുക്കറിയാം അല്ലെ. 2012 ഏപ്രിൽ 1 മുതൽ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ നമ്മൾ 3 months ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകും
അല്ലേ? എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം, ഡിഫൈൻഡ് ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ചെക്കിന്റെയും ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇവയുടെ എല്ലാത്തിന്റെയും വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 6 months തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വാലിഡിറ്റി പീരീഡ് എത്രയാണ്? 3 months ആണ്. 2012 മുതൽ നമ്മൾ 3 months ആണ് ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ്. അപ്പൊ നോക്കിക്കേ, ആ 6 months എന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം 6 months എന്നുള്ള വാലിഡിറ്റി പീരീഡിനെ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ 3 months ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് 2012. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് ഇപ്പോഴും എത്ര തന്നെയാണ്? 6 മാസം തന്നെയാണ്. അതിന് പക്ഷെ നിലവിലത്തെ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് 3 months ആണ്. അപ്പോൾ അതിനെ ആരാണ് മാറ്റിയിരിക്കുന്നത്? RBIയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ നമ്മൾ 3 months ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന് BR ആക്ടിലെ 35 സെക്ഷൻ 35 എന്ന് പറയുന്ന സെക്ഷനെ അമെൻഡ് ചെയ്ത് സെക്ഷൻ 35A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആഡ് ചെയ്ത് RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ നമ്മൾ എന്താക്കി മാറ്റി? 3 months ആക്കി മാറ്റി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ് 6 months തന്നെയാണ്. പക്ഷെ നിലവിലത്തെ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് 2012 മുതൽ 3 മാസമാണ്. അപ്പൊ അങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന ആരാണ്? RBI ആണ്. RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് 3 months ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ് ഫിക്സ്ഡ് ത്രൂ RBI ഗൈഡ് ലൈൻസ്. RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് നിലവിലത്തെ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then next question, which one of the following customers does not require higher due diligence? Which one of the following customers does not require higher due diligence? അതായത് കൂടുതൽ ശ്രദ്ധയും എന്താണ് ഒരു അറ്റൻഷനും നൽകണ്ടാത്ത, ഡസ് നോട്ട് റിക്വയർ, ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സ് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ല, അതായത് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കസ്റ്റമേഴ്സിന് മേൽ കൂടുതൽ അറ്റൻഷൻ, കൂടുതൽ ഡെലിഗൻസ് നൽകേണ്ടാത്തത് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് കാറ്റഗറിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണോ, നോൺ റെസിഡൻസ് കസ്റ്റമേഴ്സ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണോ, ഫേം വിത്ത് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആണോ? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഇത്. ഇതിലേതാണ് കസ്റ്റമേഴ്സിന്, അതല്ല ബാങ്കിന് വളരെ കൂടുതൽ അറ്റൻഷൻ നൽകണ്ടാത്തത്, ശ്രദ്ധ ചെലുത്തണ്ടാത്തത് താഴെ പറയുന്ന ഏത് വിഭാഗങ്ങളിലേക്കാണ്? ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, നോൺ റെസിഡൻസ് കസ്റ്റമേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണോ, ഫേം ആൻഡ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആണോ? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് എന്താണ്? സ്റ്റാറ്റ്യൂട്ട് നിയമാനുസൃതമായിട്ട് രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിന്മേൽ എന്താണ്? അതൊരു സെക്വേർഡ് ബോഡിയാണ്. അതിന്മേൽ നമുക്ക് എന്താണ് കൂടുതലായിട്ട് യാതൊരുവിധ രീതിയിലുള്ള അറ്റൻഷനോ നൽകേണ്ട കാര്യമില്ല, ഇല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതായത് നിയമാനുസൃതമായി രൂപീകരിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ, അല്ലെ? അവർക്കൊരു സ്പെഷ്യൽ ആക്ട് റൂൾ ഉണ്ടാവും, അത് പ്രകാരമായിരിക്കും അവർ പ്രവർത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ അവരിന്മേലെ ബാങ്കിന് എന്താണ് ഒരു കൂടുതൽ അറ്റൻഷന്റെ ആവശ്യമില്ല, നോർമൽ രീതിയിലുള്ള ഒരു കെയറൻസ് നൽകിയാൽ മതി. അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ അറ്റൻഷൻ, റിക്വയർഡ് ഹയർ ഡെലിഗൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, ശ്രദ്ധ ഇല്ല എന്നല്ല, കൂടുതൽ ശ്രദ്ധ വേണ്ടാത്തത് താഴെ പറയുന്ന ഏതിൽ? കൂടുതൽ ശ്രദ്ധ വേണ്ടാത്തത് ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ. അവർക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട, നോർമൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ മെനി ടൈപ്സ് ഓഫ് ചെക്ക് there are there as per Negotiable Instrument Act? How many types of check are there as per the Negotiable Instrument Act? Negotiable Instrument Act പ്രകാരം എത്ര തരത്തിലുള്ള ചെക്കുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ചെക്കുകൾ, വിവിധ രീതിയിലുള്ള ചെക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 11. അതായത് 3 തരത്തിലാണോ, 5 തരത്തിലാണോ, 9 തരത്തിലാണോ, 11 തരത്തിലാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം എത്ര തരത്തിലുള്ള ചെക്കുകൾ ഉണ്ട് എന്നാണ്.
ഇല്ലേ? ടൈപ്സ് ഓഫ് ചെക്സ് ഇല്ലേ? നമ്മൾ പറയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണ് ചെക്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ചെക്കിനെ കുറിച്ച് മാത്രമല്ല, നമുക്ക് നിലവിൽ പഠിക്കാനുള്ള 3 രീതിയിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക് ഇല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക്. ആ ചെക്ക് എത്ര തരത്തിലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചെക്കുകളെ നമുക്കൊന്ന് നോക്കാം. എത്ര തരത്തിലുള്ള ചെക്കുകൾ ഉണ്ടെന്ന്. ചെക്കിനെ നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ചെക്ക്, ക്രോസ്ഡ് ചെക്ക് എന്ന് നമുക്ക് ആൻസർ ചെയ്യില്ല അല്ലെ? അപ്പൊ ഓപ്പൺ ചെക്ക്, ബെയറർ ചെക്ക്, അല്ലെങ്കിൽ ഓപ്പൺ ചെക്ക്, ബെയറർ ചെക്ക്, ക്ലോസ്ഡ് ചെക്ക് എന്ന് നമുക്ക് പറയാം. ഇനി വീണ്ടും അതിന്റെ എല്ലാ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ബ്ലാങ്ക് ചെക്കുകളുണ്ട്, ഡ്യൂലി ഡേറ്റ് അല്ലെ? ബ്ലാങ്ക് ചെക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് സിഗ്നേച്ചർ മാത്രം, ആ ഡ്രോയറുടെ സിഗ്നേച്ചർ മാത്രമുള്ളൂ, ബാക്കി എല്ലാ കോളംസും ഫിൽഡ് ആവൂല, എല്ലാം എന്തായിരിക്കും? ലിവ്സ് ആയിരിക്കും, വെറുതെ ഇട്ടിരിക്കുകയായിരിക്കും ഇല്ലേ? നമ്മൾ പറയാം ബ്ലാങ്ക് ചെക്ക്. ഓക്കെ, ഡ്യൂലി ഡേറ്റഡ്, അതായത് നമ്മൾ ആ ചെക്കിൽ ബിയർ ചെയ്യുന്ന സെയിം ഡേറ്റിൽ തന്നെയാണ് നമ്മൾ അതിലെ പേയ്മെന്റ് നൽകുന്നതെങ്കിൽ അതിനെ ഡ്യൂലി ഡേറ്റഡ്, പോസ്റ്റ് ഡേറ്റഡ്, പ്രീ ഡേറ്റഡ്, ആന്റി ഡേറ്റഡ്, സ്റ്റെയിൽ ചെക്ക്, മാർക്ക്ഡ് ചെക്ക് അല്ലെ? സ്റ്റെയിൽ ചെക്ക്, മാർക്ക്ഡ് ചെക്ക്, അതുപോലെ തന്നെ ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക്, അങ്ങനെ നോക്കുമ്പോൾ 11 രീതിയിലുള്ള ചെക്കുകളാണ് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല ആക്ടിലും പല രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം എത്ര ചെക്കുകളുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം നമുക്ക് 11 രീതിയിലുള്ള ചെക്കുകളാണുള്ളത്. 11 ടൈപ്സ് ആണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നോളുക. ചെക്ക് വളരെ ഡീറ്റെയിൽഡ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിൽ 11 തരത്തിലുള്ള ചെക്കുകളുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്? സ്പെഷ്യൽ ക്രോസിംഗിൽ നെസസറി ആയിട്ടുള്ളത് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി? ഈ അബ്സല്യൂട്ട്ലി നെസസറി എന്ന് പറയുന്ന വേർഡിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ എ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗിൽ മസ്റ്റായിട്ടും വേണ്ടത് എന്താണ്? നെയിം ഓഫ് ദ ബാങ്കർ, ബാങ്കറിന്റെ പേരാണോ? ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ, 2 ട്രാൻസ്വേഴ്സ് ലൈൻ ആണോ വേണ്ടത്? വേർഡ് ആൻകോ, ഇങ്ങനെ ഒരു വേർഡാണ് ആൻകോ, അല്ലെ കമ്പനി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ആൻകോ എന്നാണോ? വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ എന്നാണോ? ഇതിൽ ഏത് വേർഡാണ് ഏതിൽ വേണ്ടത്? സ്പെഷ്യൽ ക്രോസിംഗിൽ വേണ്ടത് അല്ലെ? ടൈപ്സ് ഓഫ് ക്രോസിംഗിൽ ഒന്നാണ് സ്പെഷ്യൽ ക്രോസിംഗ് അല്ലെ? അപ്പൊ ഈ ക്രോസിംഗ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ജനറൽ ക്രോസിംഗിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? is necessary in 2 parallel lines അല്ലെ? ജനറൽ ക്രോസിംഗിൽ എന്ത് വേണം? 2 parallel transverse line നെസസറി ആണ് അല്ലെ? അതിനുള്ളിൽ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ എഴുതാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ എന്ത് നെസസറി ആണ്? ആ 2 പാരലൽ ലൈൻ നെസസറി ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്തിന്റെ കേസിലാണ്? സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താണ് നെസസറി എന്നാണ് ചോദിച്ചത്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്. ഒരു ബാങ്കിന്റെ പേര് എഴുതി ക്രോസ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ബാങ്കിന്റെ പേര് എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, പേയിങ് ബാങ്കറും ഉണ്ട്, കളക്ടിങ് ബാങ്കറും. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താണ്? അപ്പൊ ബാങ്കിന്റെ പേര് എഴുതി ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ കളക്ടിങ് ബാങ്ക് ആണ് അല്ലെ? അപ്പൊ ഒരു കളക്ടിങ് ബാങ്കിന്റെ പേര് എഴുതി ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് നെസസറി ആയിട്ട് വരുന്നത്? നെയിം ഓഫ് ദ ബാങ്ക് ഇല്ലേ? അവിടെ 2, നമുക്കറിയാം ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ 2 പാരലൽ ലൈൻ വരയ്ക്കുന്നതാണ്, അതിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ ജനറൽ ക്രോസിംഗിൽ അതിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയില്ല എങ്കിലും എന്ത് വേണം? 2 പാരലൽ ലൈൻ നെസസറി ആണ്. പക്ഷെ സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താണ്? 2 പാരലൽ ലൈൻ വരച്ചില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് നെസസറിയാണ്? ബാങ്കിന്റെ പേര് നെസസറി. ഓക്കെ, അപ്പൊ എന്താണ്? ദ സ്പെഷ്യൽ ക്രോസിംഗിൽ നെസസറി ആയിട്ടുള്ളത് താഴെ പറയുന്ന എന്താണ്? നെയിം ഓഫ് ദ ബാങ്കർ, ബാങ്കിന്റെ പേര്. ആ ബാങ്കർ ഏത് ബാങ്കർ ആണെന്ന് ഓർത്തിരിക്കണം? കളക്ടിംഗ് ബാങ്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ഇൻ ദ അക്കൗണ്ട് അല്ലെ? അതായത് ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി PSCS അല്ലെ? PSCSന്റെ സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ SB ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ കാൽക്കുലേഷൻ, ആ ബാലൻസ് മിനിമം ഏത് ബാലൻസിന്റെ ബേസിലാണ് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരുന്നത് ഇല്ലേ? എങ്ങനെയാണ് നോക്കുന്നത്? അവർ ചോദിച്ചിരുന്നത് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഡേ ആൻഡ് 10th ഡേ ഓഫ് കലണ്ടർ ഈച്ച് കലണ്ടർ മന്ത്, ഓരോ കലണ്ടർ ദിവസത്തിലെയും ആദ്യത്തെ ദിവസവും 10 ദിവസത്തിനും ഇടയിലുള്ള ബാലൻസ് തുകയാണോ,
ഓരോ കലണ്ടർ ദിവസത്തിലെയും ബിറ്റ്വീൻ ദ 10th day ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് കലണ്ടർ ഡേ, ഓരോ കലണ്ടർ മാസത്തിലെയും 10 ദിവസത്തിനും ലാസ്റ്റ് ദിവസത്തിനും ഇടയിലുള്ള ബാലൻസ് തുകയ്ക്കാണോ, ഡ്യൂറിംഗ് ഈച്ച് കലണ്ടർ മന്ത്, ഓരോ കലണ്ടർ മാസത്തിനുമാണോ, ബിറ്റ്വീൻ ദ 10th day ആൻഡ് ദ 12th day ഓഫ് ഈച്ച് കലണ്ടർ മന്ത്, ഓരോ കലണ്ടർ മാസത്തെയും 10 ദിവസത്തിനും 20 ദിവസത്തിനും ഇടയിലുള്ള ബാലൻസ് തുകയ്ക്കാണോ. അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്കറിയാം അത് ഓരോ ദിവസത്തിനുമാണ് നമ്മൾ കാൽക്കുലേറ്റ്, ഡെയിലി കാൽക്കുലേഷൻ അല്ലെ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 10 ദിവസത്തിൽ 1 മുതൽ 10 ദിവസത്തിനിടയിലുള്ള ബാലൻസ് തുകയുടെ ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ 10 മുതൽ ലാസ്റ്റ് ദിവസം വരെയുള്ള ബാലൻസ് തുകയുടെ ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു മാസത്തെ ഫുള്ളായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10നും 20നും ഇടയിലുള്ള ബാലൻസ് തുകയ്ക്കാണോ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ 10th day ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് കലണ്ടർ മന്ത്, ഓരോ കലണ്ടർ മാസത്തിനും 10 ദിവസത്തിനും ലാസ്റ്റ് ദിവസത്തിനും ഇടയിലുള്ള ബാലൻസ് തുകയ്ക്കാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്. ഓക്കെ, ഓർത്തിരിക്കും. അടുത്തത് അതുമായി തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക്സ് അക്കൗണ്ട് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് വിത്ത് എഫക്ട് ഫ്രം. അതായത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്, ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ സേവിങ്സ് ബാങ്കിന്റെ അക്കൗണ്ട് പെയ്ഡ് ഓൺ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ്, മാസത്തിനല്ല ഡെയിലി ദിവസത്തിന് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനാണ് SBI അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ് 2010 April 1. 2010 April 1 മുതലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഡെയിലി കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, a cooperative bank shall dash many auditors obtain the previous approval of RBI. A cooperative bank shall dash any auditors obtain the previous approval of RBI. അതായത് RBIയുടെ പ്രീവിയസ് അപ്രൂവൽ വാങ്ങിക്കൊണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് താഴെ പറയുന്നതിൽ ഏത് കാര്യത്തിനാണ് RBIയുടെ മുൻകൂറുള്ള വേണ്ടത്? അപ്രൂവൽ വേണ്ടത്. മനസ്സിലായല്ലോ? ഒരു സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യത്തിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻകൂറുള്ള അനുവാദം വേണ്ടത്? ബിഫോർ അപ്പോയിന്റിങ്, അതായത് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് RBIയുടെ അപ്രൂവൽ വേണോ? ബിഫോർ റീ അപ്പോയിന്റിങ്, അതായത് ഒരു ഓഡിറ്ററെ പുനർ നിയമിക്കുന്നതിന് മുമ്പ് RBIയുടെ അപ്രൂവൽ വേണോ? ബിഫോർ റിമൂവിങ്, ഒരു ഓഡിറ്ററെ റിമൂവ് ചെയ്യുമ്പോൾ RBIയുടെ അപ്രൂവൽ വേണോ? ഓൾ ഓഫ് ദ അബോവ്, അതായത് ഇതിനെല്ലാത്തിനും അപ്രൂവൽ വേണോ? എന്തിനു വേണം? ഒരു ഓഡിറ്ററുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്ററെ അപ്രൂവൽ ചെയ്യുന്നതിന് മുമ്പും, ഒരു ഓഡിറ്ററെ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും, ഒരു ഓഡിറ്ററെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പും ആരുടെ പ്രീവിയസ് അപ്രൂവൽ വേണം? RBIയുടെ പ്രീവിയസ് അപ്രൂവൽ വേണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദ അബോവ്. അപ്പൊ ഒരു സഹകരണ സ്ഥാപനങ്ങളെ ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഓഡിറ്ററെ നിയമിക്കുമ്പോഴും, അദ്ദേഹത്തെ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോഴും, അദ്ദേഹത്തെ റിമൂവ് ചെയ്യുമ്പോഴും ടു ഗീവ് ദ സ്പെഷ്യൽ പ്രീവിയസ് അപ്രൂവൽ ഓഫ് RBIയുടെ മുൻകൂറുള്ള അനുവാദം വാങ്ങിയിരിക്കണം. ഓക്കെ, അടുത്തത് ദ ഫുൾ ടൈം ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ എക്സസൈസ് ഹിസ് പവർ ഒബ്ജക്ട് ടു ദ സൂപ്രണ്ടന്റ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡാഷ്. അതായത് ദ ഫുൾ ടൈം ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുഴുവൻ സമയ ചെയർമാന് ഷാൽ എക്സസൈസ് ഹിസ് പവേഴ്സ് ഒബ്ജക്ട് ടു ദ സൂപ്രണ്ടന്റ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ഓഫ്, അതായത് ആ മുഴുവൻ കാല ചെയർമാനിന് എന്തിനാണ്? നിർദ്ദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കാൻ പറ്റണം. അതായത് മാർഗനിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാന് ആരുടെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരുടെ മാർഗനിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണ് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുഴുവൻ സമയ ചെയർമാൻ പ്രവർത്തിക്കേണ്ടത്? ജനറൽ ബോഡിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കാണോ? ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കാണോ?
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കാണോ RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്കാണോ? അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ 4 അതോറിറ്റികളിൽ ആരുടെ മാർഗനിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായാണ് ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മുഴുവൻ സമയ ചെയർമാൻ പ്രവർത്തിക്കേണ്ടത്? ആരുടെ മാർഗനിർദ്ദേശങ്ങൾക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആരുടെയാണ്? ഡയറക്ടർ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കേണ്ടത്. Then the last question 160 എന്താണ്? The audit report, balance sheet, profit and loss account of a cooperative bank shall be published within dash from the close of a financial year. അതായത് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഷാൽ ബി പബ്ലിഷ്ഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ക്ലോസ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് എത്ര നാൾക്ക് മുമ്പ് ഒരു സഹകരണ ബാങ്കിന്റെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടോ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പബ്ലിഷ് ചെയ്തിരിക്കണം? 2 months ആണോ, 3 months ആണോ, 4 months ആണോ, 6 months ആണോ? ഓഡിറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് 6 മാസത്തിനുള്ളിൽ സംഘം ഓഡിറ്റ് ചെയ്തിരിക്കണം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പബ്ലിഷ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മന്ത്സ് ആണ്? വിത്തിൻ 3 months. അപ്പൊ നോക്കാം, ഒരു സഹകരണ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 3 മാസത്തിനകം ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് 3 മാസത്തിന് മുമ്പേ എന്ത് ചെയ്തിരിക്കണം? പബ്ലിഷ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് കഴിഞ്ഞ CSEB-യിൽ നമ്മൾ 23-ാം തീയതി എഴുതിയ CSEB-യിലെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.